അങ്ങനെ അടുത്ത സീനിയർ ഗേൾസിൻ്റെ ഷോർട്ട് പുട്ട് എന്ന് പറഞ്ഞ പോലെ ഇതാണ്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ വനമാലകൾ. കാശ്മീരിയും പിന്നെ അതാണ്ട് പഞ്ചാബിയും പിന്നെ എന്ന് വേണ്ട എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ വേണ്ട ഉഡായിപ്പ് തേണ്ടി വരുന്നുണ്ട്. ഉഡായിപ്പ് അവിടെ ചിരി. ഉഡായിപ്പേ പാടി. അവിടെ ബർത്ത്ഡേ കഴിഞ്ഞുള്ള ആദ്യത്തെ ആഴ്ച അവർക്ക് 2 അടി കൊടുക്കണം ഇന്ന്. നമ്മുടെ സോഫിയും എത്തിയിട്ടുണ്ട് ഇന്ന്. ഒത്തിരി കാലങ്ങളോട് കൂടിയാണ് ഇന്ന് സോഫി നമ്മുടെ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ വീക്കെൻഡ് എന്താ പാടിയോ വന്നണി കഴുപ്പേ കോച്ചിറച്ചിയും മരിച്ചീനി എടുക്കണ്ടാലോ കപ്പ ഒരട്ടെ ഒരു 3 പാക്കറ്റ് 4 പാക്കറ്റ് ഇല്ലേ. മരിച്ചീനിയും ഇത് ചിക്കനാണ് തോന്നുന്നു. നോക്കി കപ്പ. അപ്പൊ ഇന്നത്തെ വീക്കെൻഡ് നമ്മൾ കപ്പയിൽ അങ്ങ് തകർക്കുകയാണ്. കാരണം ചിക്കനാ ഇതോ ചിക്കൻ ബീഫ് അതേ ഉള്ളു ഇല്ലേ. ചിക്കൻ ഇത്ര മതിയോ ഇന്നത്തെ നമ്മുടെ പരിപാടിക്ക്? അപ്പം ഇന്ന് നമ്മൾ ഫ്രഷ് ഇന്നത്തെ ദിവസം നമ്മൾ ഇതുകൊണ്ടൊക്കെ അങ്ങ് ഒതുങ്ങാം. അല്ല നമ്മളിവിടുന്ന് ഫ്രഷ് കോഴിയാണ്. പക്ഷെ ഇപ്പം അത് ഫ്രോസനായി. അപ്പം ബാക്കി ഭാഗം നമുക്ക് പിന്നീട് കാണാം അല്ലേ. നിനക്കെന്താ അടി കഴിക്കാൻ വേണ്ടിയേ? ഒന്നും വേണ്ട. പിന്നല്ല പണിയെടുക്കുക കഴിക്കുക. എല്ല് മുറുകെ പണിയെടുക്കുക, പല്ല് മുറുകെ. ഉറക്കമൊക്കെ കഴിഞ്ഞു. എനിക്ക് അടുക്കള കയറി പടി. എന്തോ പടി ഇവിടെ? എന്തോ പടി? കത്തിയോ? ഇതുകൂടെ ആഡ് ചെയ്ത് അതിനകത്ത്. ഇതുകൂടെ ആഡ് ചെയ്ത് കാരണം എനിക്ക് തികയണ്ടേ. അത്രയും ചിക്കനും കൊണ്ടൊന്നും ആകത്തില്ല. അതെ എനിക്ക് സ്പെഷ്യൽ ഐറ്റങ്ങൾ. എന്താ പാടി ഇത്? അതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റങ്ങളാണ്. പുതിയ മുഖം നൈറ്റൊക്കെ കഴിഞ്ഞ് നല്ല കിറുങ്ങിയാണല്ലോ, കിറുങ്ങിയിരിക്കുകയാണല്ലോ. ഇന്ന് സ്പെഷ്യൽ ഐറ്റങ്ങൾ നമ്മുടെ ചിക്കൻ്റെ പാർട്സ് ഞങ്ങൾക്ക് ഇവിടെ ഓരോന്നും അങ്ങനെ സെപ്പറേറ്റ് കിട്ടും. നാട്ടിലെ പോലല്ല. ഇത് കണ്ടോ, അങ്ങനെ ഹാർട്ടും കരളും എന്ത് വേണേലും നമുക്കിങ്ങനെ ഫുള്ളായിട്ട് കിട്ടും. ഇന്ന് നമ്മൾ ചിക്കൻ കറിക്കകത്ത് ഇവനെയൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. മക്കളെ എല്ലാവരും കൂടെ കയ്യേറിയിട്ടുണ്ട്. അതാണ്ട് നമ്മുടെ ഷൈജു കപ്പയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പുതിയ കഴുക്കുകാരത്തി ഉണ്ട്. അടിച്ചു തളിക്കാരത്തി ജാനു വേണ്ടേ. നമ്മുടെ സ്ഥിരം മീറ്റും ഒക്കെ കട്ടർ വേണ്ട നിശ തന്നെയാണ്. കാരണം ഞങ്ങളൊക്കെ ചെയ്താൽ വൃത്തിയാകത്തില്ലെന്നാണ്. പിന്നെ നമ്മുടെ ബർത്ത്ഡേകൾ 1 ആഴ്ച പ്രായമായോള് അവളേതായാലും പണികളൊക്കെ ഏറ്റെടുത്തു. നല്ല അടിപൊളിയായിട്ട് ഇന്ന് അവൾ പറയുന്നത് എന്തോ ഇടുക്കി സ്റ്റൈല് ചിക്കൻ കറി ഇന്ന് ഉണ്ടാക്കി തരുമെന്ന നമുക്ക് കണ്ടറിയാം. കണ്ടറിയാം. ഇടതാണ്ട് ജിമ്മ കുപ്പിയൊക്കെ നേരെ പൊക്കിയെടുത്താണ് ഒഴിച്ചു തരുന്നത്. പണി എല്ലാ ദിവസവും ഇതുണ്ടോ കപ്പ, നമ്മുടെ കോട്ടയം സ്റ്റൈല് കപ്പ വേവിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യലാണ്. ഇത് കണ്ടോ നല്ല ചിക്കൻ കറിയാണ്. ബാക്കി ചിക്കൻ പീസൊന്നും ഇട്ടിട്ടില്ല. ഇത് കുക്കറിനകത്ത് നമ്മളങ്ങനെ ഇവനെ സെറ്റാക്കി. ഞങ്ങളുടെ സൗദിയിൽ വളർന്ന കോഴിയാണ്. ഇത് കണ്ടോ, അല്ലാതെ ഓസ്ട്രേലിയൻ കോഴിയൊന്നുമല്ല, സൗദിയിൽ നിന്നുള്ള നല്ല അടിപൊളി. അതുകൊണ്ട് ഞങ്ങൾ നാടൻ കോഴി എന്ന് ഉദ്ദേശിച്ചത് കേരളത്തിലെ അല്ല. ഞങ്ങളിപ്പം സൗദിയിലായതുകൊണ്ടല്ലേ സൗദിയിലെ നാടൻ കോഴി നല്ല കപ്പ വേവിച്ചതുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല്. ബാക്കി കാര്യങ്ങൾ നമുക്കങ്ങനെ കാണാം. വേണ്ട ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ നമ്മുടെ വേണ്ടേ ജോമിയ മാത്രം പാവം അങ്ങനെ അടി എല്ലാം ഓക്കെ ആയോടി. നമ്മുടെ ഇടുക്കി ഗോൾഡിൻ്റെ സ്പെഷ്യൽ ഐറ്റം ഏഷ്യാഡല്ല, കപ്പയും ചിക്കനും നല്ല അടിപൊളി സാധനമാണ്. അതിനകത്ത് എന്താ പറയുക അരച്ച് ചേർത്തത്? നട്ട്സോ മുന്തിരിയോ അത് ആപ്രിക്കോട്ടോ സംഗതി ഏതായാലും അടിപൊളിയാണ് അല്ലേ ഷൈജു? സൂപ്പറാണ്.
വീണ്ടും അല്ലേ, വീണ്ടും വരണം അല്ലേ? അങ്ങനെ നമ്മുടെ ബീച്ചേട്ടൻ എത്തിയിട്ടുണ്ട്. എന്താ അടി സമ്മാനം കൊണ്ടുവന്നേ? എന്താ സമ്മാനം? കൊടുക്കരുത് കൊടുക്കരുത്. താടിയോടെ താടിയോടെ ഇവിടെ താടി താടിയുടെ പിന്നെ നിനക്കിപ്പം തരും. പിന്നെ ഇപ്പം തന്നെ തരാം. നിനക്ക് തരാം അവിടെ. അതെ. നമ്മുടെ ഷൈജു ബ്രോയ്ക്കൊരു സർപ്രൈസ് ബർത്ത്ഡേ ആശംസിക്കാൻ വന്നതാണ്. Happy birthday to you. എന്തിനാണ് നിന്റെ കണവൻ? ജനിച്ച കുഞ്ഞേ ജനിച്ച കുഞ്ഞേ ജനിച്ച കുഞ്ഞേ ജനിച്ച കുഞ്ഞേ ജനിച്ച കുഞ്ഞേ ജനിച്ച കുഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ. അതാണ് ഞങ്ങള് ഞെട്ടിച്ചു കളഞ്ഞില്ലേ? തങ്കമണി നീ ഒന്നും പറഞ്ഞില്ലേടി? ആണോ? അത് ശരി. കണ്ടാ, അതാണ് എനിക്ക് സ്പെഷ്യൽ സാധനങ്ങൾ. ഇതാണ് നമ്മുടെ ഷൈജു ബ്രോയുടെ ബർത്ത്ഡേ. അങ്ങനെ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഇതെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാറുക്കുട്ടിയാണ്. അല്ലേ? നമ്മളൊന്നും അറിയാതെ തന്നെ എല്ലാ സംഗതികളും സെറ്റാക്കി ഷൈജുവിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് അല്ലേ അങ്ങനെ കൊടുത്തിരിക്കുകയാണ് ബർത്ത്ഡേ ഗിഫ്റ്റുകൾ. അങ്ങനെ തൻ്റെ ഗിഫ്റ്റുകളുടെ പെരുന്നാളാണ്. എനിക്ക് വയ്യ. ആ മോന്തക്കത്തെ അവൻ്റെ മോന്തയ്ക്ക് തേക്കാൻ. എനിക്ക് വയ്യ. എനിക്ക് വയ്യ. എന്തോ തകർത്തു. എനിക്ക് വയ്യ. ഇന്നലെ കൊടുത്ത അടിയുടെ ഇറങ്ങിച്ചു വേണ്ട. പെണ്ണുമ്പിള്ള കൊടുത്ത സാധനം എനിക്ക് വയ്യ. ഓ എനിക്ക് വയ്യായേ. ഇതെന്താ വാ അത് കയ്യാലായിരുന്നു ഇട്ട് കൊടുക്കണ്ടി. അങ്ങനെ എന്റെ ബില്ല് എന്റെ കൂടെ വെച്ചിട്ടുണ്ട്. വാച്ച് അപ്പൊ വാങ്ങിച്ചില്ലല്ലേ? വാങ്ങിച്ചില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറയത്തുള്ളൂ. നമ്മൾ വാങ്ങിന്ന് പറയോ? ഇല്ല, ഇത് ഞാനെന്താ പ്രതീക്ഷ. ഇഷ്ടപ്പെട്ടതാ. ഇത് സ്കെൽറ്റൻ ആണെന്ന് കൊടുത്തേ. കെട്ടി വെക്കാല്ലേ ഇപ്പൊ തന്നെ? ഇനി വേറെ സാധനം ഉണ്ട്, അതെടുക്ക്. അതൊക്കെയാണ് സർപ്രൈസ്. അത് എനിക്ക് വയ്യ. മാച്ചിങ് ആണല്ലോ. മാച്ചിങ് ബ്ലൂ 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 ബ്ലൂ. ബ്ലൂ എനിക്ക് ഇഷ്ടമുള്ള കളറാ. നോക്കണേ. ഓർമ്മയുണ്ടോ ഈ മുഖം? എടുക്കേ എടുക്കേ എല്ലോട്ട് എടുക്കേ. ഇതെവിടെയും ഓർമ്മയുണ്ടോ? വേണമെന്ന് വെച്ച് എടുത്തിട്ട് തിരിച്ചിട്ടില്ലേ? ആ സാധനം അവള് തന്നെ മേടിച്ചോണ്ട് വന്നു. അവള് മേടിപ്പിച്ചില്ല. തങ്കമണി തങ്കമണി തങ്കമണി. ഓ എനിക്ക് വയ്യ. അടിപൊളി അടിപൊളി. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ചിക്കൻ കറി. നമ്മുടെ കേരള സ്പെഷ്യൽ, കേരളത്തിന്റെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയാണ് ഇന്ന് ഞങ്ങള് ഒന്ന് അടിക്കാം. ബീഫായിരുന്നു വേണ്ടിയിരുന്നത്. പിന്നെ ഇതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ആക്കാം.